viewers, welcome to my YouTube channel. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാൻസ് ആണ്. അപ്പോൾ ജീൻസ് അല്ല, നമുക്ക് കാഷ്വൽ ആയിട്ടും ഓഫീസിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് പാൻസ് ആട്ടോ. സോ ഫസ്റ്റ് വൺ തന്നെ ഈ ഒരു ലിനൻ്റെ പാൻറ് ആണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി നമുക്ക് സമ്മർ സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാൻസ് ആട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അത്ര ട്രാൻസ്പെറൻ്റ് അല്ല എന്നാൽ അത്ര ഒപ്പേക്കും അല്ലാത്തൊരു പാൻസ് ആണ്. നമുക്ക് കൂടുതലായിട്ടും കുർത്തേൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാൻസ് ആണ്. കൂടാതെ ഇതിന് പോക്കറ്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ സ്ലിറ്റുള്ള കുർത്തയുടെ കൂടെയൊക്കെ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് വരുന്നത്. കൂടാതെ നമുക്ക് സ്ട്രിങ്സും അവൈലബിൾ ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാൻസ് നമുക്ക് വേണമെങ്കിൽ കുർത്തയുടെ കൂടെയും സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഷർട്ട്സിൻ്റെ കൂടെയൊക്കെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു പാൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാൻസിൻ്റെ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുറച്ച് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്, നല്ലൊരു സോഫ്റ്റ് ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സമ്മർ സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാൻസാണ്. ഇതിന് പോക്കറ്റ്സും അവൈലബിൾ ആട്ടോ. അതങ്ങനെ കാണത്തില്ലെങ്കിലും നമുക്ക് രണ്ട് സൈഡിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ജീൻസിന് പകരം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ സ്റ്റൈലിംഗ് ആയിട്ടുള്ള പാൻസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാൻസ് ചൂസ് ചെയ്യാം. ഇത് ഞാൻ മിന്ത്രയിലാണോ പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ശരിക്കും റേറ്റ് 1599 ആണ് വരുന്നത്. പക്ഷേ എനിക്കൊരു 800 റേഞ്ചിലാണ് ഈ ഒരു പാൻസ് കിട്ടിയത്. നെക്സ്റ്റ് വൺ ഡി മോസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ്. ഈ ഒരു പാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 1299 റുപ്പീസാണ്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളർ പാൻസ് ആണ്, നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ മനസ്സിലാവും. ഇതും ഇലാസ്റ്റിക് ആയിട്ടുള്ള വേസ്റ്റ് ആണ് വരുന്നത്, പക്ഷേ ഫ്രണ്ടിലല്ല, ബാക്ക് പോർഷനിൽ മാത്രമേ അങ്ങനെ ഒരു വേസ്റ്റ് വരുന്നുള്ളൂ. ഈ ഒരു പാൻസ് നമുക്ക് കൂടുതലായിട്ടും കുർത്തേൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാൻസ് ആണ്. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു പോളിസ്റ്റർ ബ്ലെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കാഷ്വൽ അല്ലെങ്കിൽ നമുക്കൊരു ഒഫീഷ്യൽ സ്റ്റൈലിംഗ് പോലെ നമുക്ക് ഈ ഒരു പാൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കൂടുതലായിട്ടും ഷോർട്ട് കുർത്തീസിൻ്റെ കൂടെ അല്ലെങ്കിൽ ലോങ് കുർത്തീസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാൻസ് ആണ്. കാരണം നമുക്കിതിൻ്റെ ബോട്ടത്തിൽ നമുക്കിങ്ങനെ ഒരു ത്രെഡ് വർക്ക് കാണാൻ പറ്റുന്നത്. അതൊരു മെഷീൻ വർക്കാണ്, പക്ഷേ ഒരു സിൽവറിൻ്റെ ത്രെഡ് വർക്കാണ് വരുന്നത്. സോ കൂടുതലായിട്ടും കുർത്തേൻ്റെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാൻസാണിത്. നല്ല കംഫർട്ടബിൾ ആണ് ഈ ഒരു പാൻസ്. രണ്ട് സൈഡിലും പോക്കറ്റ്സ് അവൈലബിൾ ആണ്. സോ സ്ലിറ്റുള്ള കുർത്തീസിൻ്റെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാൻസ് ആട്ടോ. പിന്നെയെന്ന് വെച്ചാൽ അങ്ങനെ ഷേപ്പിലോ അല്ലെങ്കിൽ ടൈറ്റിലോ കിടക്കുന്ന പാൻസ് അല്ല, കുറച്ച് ലൂസായി കിടക്കുന്ന പാൻസ് ആണ്. സോ കറക്റ്റ് ഫിറ്റിംഗ് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു പാൻറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഓൾസോ നമുക്ക് കാഷ്വലി അല്ലെങ്കിൽ ഒഫീഷ്യലി വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാൻസ് ആണ്. ഇതും നോക്കുകയാണെങ്കിൽ ഒരു പോളിസ്റ്റർ ബ്ലെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത്. 1999 റുപ്പീസാണ് വരുന്നതെങ്കിലും ഇതിലും കുറച്ച് റേറ്റ് കുറവിനാണ് എനിക്ക് ഈ ഒരു പാൻസ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു പാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഉണ്ട്. അതായത് ബട്ടൺ ക്ലോഷേഴ്സ് അവൈലബിൾ ആണ്, പിന്നെ ഹുക്ക് അവൈലബിൾ ആണ്, കൂടാതെ സിപ്പർ ക്ലോഷറും ഉണ്ട്, പിന്നെ നമുക്ക് ബെൽറ്റ് ഇടാനുള്ള ഓപ്ഷനും ഉണ്ട്, കൂടാതെ കുറേ പോക്കറ്റ്സും അവൈലബിൾ ആണ്. സോ കൂടുതലായിട്ടും ഇത് എനിക്ക് തോന്നുന്നു ഒരു ഷർട്ടിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാൻസ് ആണ്. നമുക്ക് സമ്മർ സീസണിലൊക്കെ നല്ലപോലെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാൻസ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം കട്ടിയൊന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു പാൻസ് ആണ്, എന്നാൽ അങ്ങനെ ഷേപ്പിന് കിടക്കത്തുമില്ല, കുറച്ച് ലൂസുമാണ്, അങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് കിടക്കുന്ന ഒരു പാൻസും അല്ല. സെയിം കളർ തന്നെയാണ് ത്രൂ ഔട്ട് വരുന്നത്. എക്സ്പെഷ്യലി വേറെ ഒരു ഡിസൈനോ അങ്ങനത്തൊന്നുമില്ല, വെറും പ്ലെയിൻ ആയിട്ടുള്ള കളറാണ് വരുന്നത്. റെയിനി സീസണിലാണെങ്കിലും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആട്ടോ. സോ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ, ഇവിടെ പോക്കറ്റ്സ് അവൈലബിൾ അല്ല. നെക്സ്റ്റ് വൺ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പാൻസാണ്. ഇതിൻ്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരു സിയാൻ ബ്ലൂ കളറാണ് ഈ ഒരു പാൻസിന് വരുന്നത്. രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ടെങ്കിലും അതൊരു സ്ട്രെയിറ്റ് കട്ടാണ് ഈ ഒരു പോക്കറ്റ്സിന് വരുന്നത്. പിന്നെ സിപ്പർ ക്ലോഷേഴ്സും ഉണ്ട്, പിന്നെ ഒരു ഇലാസ്റ്റിക് ഫിറ്റിംഗ് ആണ് ഇതിൻ്റെ വേസ്റ്റിന് വരുന്നത്. ഇത് കുറച്ചൊരു ഒട്ടിക്കിടക്കുന്ന ടൈപ്പാട്ടോ. സോ നമുക്കിത് ഷർട്ടിൻ്റെ കൂടെ വേണേലും സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് വേണമെങ്കിൽ കുർത്തീൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും പറ്റും. കാരണം എന്ന് വെച്ചാൽ ഷേപ്പിന് കിടക്കുന്നതായതുകൊണ്ട്. ഇനി ഉള്ളിൽ ഇങ്ങനെ ബട്ടൺസ് അവൈലബിൾ ആണ്, അതേപോലെ ഹുക്കും അവൈലബിൾ ആണ്. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നല്ല ഫിറ്റിങ് കിടക്കുന്ന പാകത്തിനാണ് ഈ ഒരു പാൻസ് വരുന്നത്. 3199 ആണ് ഇവരിവിടെ പറയുന്ന റേറ്റ്. പക്ഷേ ഇതിലും നല്ല കുറവുണ്ട്, ഒരു 1000 റേഞ്ചിലാണ് എനിക്ക് ഈ ഒരു പാൻസ് കിട്ടിയത്. ഗ്രീൻ കളർ എന്നാണ് പറയുന്നെങ്കിലും ഒരു ബ്ലൂ മിക്സഡ് ആയിട്ടുള്ള ഗ്രീൻ കളർ ആട്ടോ ഈ ഒരു പാൻസിന് വരുന്നത്. മെറ്റീരിയൽ വൈസ് ആണെങ്കിലും നല്ലൊരു സോഫ്റ്റ് ഒരു ബനിയൻ അല്ലെങ്കിൽ കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള ബനിയൻ ടൈപ്പ് ഒരു മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
നെക്സ്റ്റ് വൺ നമുക്ക് കുർത്തീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാൻസ് ആട്ടോ. ഇതൊരു ജഗ്ഗിങ്സ് മോഡൽ പാൻറ്റാണ്. അതായത് ലെഗിങ്സ് പോലെ ഇരിക്കും, പക്ഷേ കുറച്ചും കൂടെ കട്ടിയുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഇലാസ്റ്റിക് വേസ്റ്റ് ആട്ടോ ഈ ഒരു പാൻസിന് വരുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ് ഈ ഒരു പാൻസിന് വരുന്നത്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. അങ്ങനെ നൂല് പൊന്തും അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല ഇതുവരെ. കറക്റ്റ് ഫിറ്റിംഗ് തന്നെ നോക്കണം. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും, ഈ പാൻസിൻ്റെ താഴെയിൽ രണ്ട് സൈഡിലും നമുക്കിങ്ങനെ ഒരു സിപ്പ് ഓപ്പണിങ് കാണാൻ പറ്റും. 1899 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഇതിലും കുറച്ചൊരു 1200 എനിക്ക് ഈ ഒരു പാൻസ് കിട്ടിയത്. മെറ്റീരിയൽ വൈസ് ആണെങ്കിലും നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് കൂടുതലായിട്ടും കുർത്തീൻ്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാൻസ് ആട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് തന്നെയാണ് വരുന്നത്, പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡിൽ മാത്രമേ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിറ്റിങ് വരുന്നുള്ളൂ. പലാസോ പാൻസ് ആണ്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ലോങ് കുർത്തീസിൻ്റെ കൂടെ വെയർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒട്ടിക്കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നല്ല കംഫർട്ടബിളുമാണ്, അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സമ്മർ സീസണിലൊക്കെ നല്ലപോലെ വെയർ ചെയ്യാൻ പറ്റുള്ള ഒരു പാൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.